ഈ ആധുനിക മറിയ പ്രത്യക്ഷതകളെ സംബന്ധിച്ച ചില ചോദ്യങ്ങൾ മറിയ ഭക്തരോട് ചോദിക്കുമ്പോൾ അവർക്ക് സ്വയം ചിന്തിക്കുവാനുള്ള ഒരു അവസരമുണ്ടാകും. അപ്പോൾ ഈ മരിയോളജി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിക്കുന്ന ആളുകളോട് ചോദിക്കട്ടെ, സഭ മറിയത്തിൻ്റെ ഏതെങ്കിലും പ്രത്യക്ഷതകളെ സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാണ്? ആ പ്രത്യക്ഷതകൾ ലഭിച്ചവർക്ക് ആദ്യം അവ ദൈവികമായിരുന്നോ എന്ന് ഒരു സംശയമുണ്ടായിരുന്നോ? അവ ഏതൊക്കെയാണ്? എന്തടിസ്ഥാനത്തിലാണ് എന്നിട്ട് അവ ദൈവികമാണ് എന്ന് നിങ്ങൾ തീരുമാനിച്ചത്? ഈ ദർശനങ്ങളിൽ ലഭിച്ച പ്രവചനങ്ങളെല്ലാം നിവർത്തിയായോ? ഗ്വാഡാലൂപ്പിൽ, അതായത് മെക്സിക്കോയിൽ 1531 മറിയ പ്രത്യക്ഷത, മറിയം താൻ ജീവൻ്റെ ഉറവിടമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? അതായത് 1531 മെക്സിക്കോയിലുള്ള ഗ്വാഡാലൂപ്പിൽ മറിയ പ്രത്യക്ഷ നടന്നല്ലോ. അവിടെ ആ പ്രത്യക്ഷതയിൽ ആ മറിയം താൻ ജീവൻ്റെ ഉറവിടമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? മറിയമാണ് ജീവൻ്റെ ഉറവിടം എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? യേശുവാണ് ജീവൻ്റെ ഉറവിടമെന്ന്, നിത്യജീവൻ യേശു തന്നെയാണ് എന്നും ബൈബിളിൽ യേശു പറഞ്ഞിട്ടില്ലേ? ഏതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? ഫാത്തിമായിലെ വെളിപ്പാടിൽ യേശുവിൻ്റെ കുരിശിലെ ബലിയുടെ പര്യാപ്തതയെ ഏതെങ്കിലും രീതിയിൽ ചോദ്യം ചെയ്തിട്ടുണ്ടോ? ഈ ഫാത്തിമായിലെ വെളിപ്പാടിൽ മറിയ പ്രത്യക്ഷതയിലൊക്കെ വിശ്വസിക്കുന്നവരോടാണ് ചോദ്യം. കൊളോസ്യർ 2-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, അതിക്രമങ്ങളാലും നിങ്ങളുടെ ജഡത്തിൻ്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ അവനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളെല്ലാം നമ്മോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. അപ്പോൾ പരിപൂർണമായ വിടുതലും രക്ഷയും ക്രിസ്തുവിൽ നമുക്ക് സമ്പൂർണമായി ലഭിച്ചു കഴിഞ്ഞു. ശത്രുവിൻ്റെ മേലുള്ള ജയം ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നമുക്ക് ലഭിച്ചു. അവിടെ വേറൊരു മറിയത്തിൻ്റെയോ മധ്യസ്ഥയുടെയോ ആവശ്യമില്ല എന്ന് ദൈവത്തിൻ്റെ വചനം വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? അപ്പോൾ മറിയത്തിൽ നിന്നുള്ള കൃപകൾ സ്വീകരിക്കുവാൻ വിസമ്മതിക്കുന്നവർ തള്ളപ്പെടുമെന്നും ശിക്ഷിക്കപ്പെടുമെന്നും ഗരബന്താൾ ദർശനത്തിൽ പറഞ്ഞിട്ടില്ലേ? ഇത് സത്യവിരുദ്ധമല്ലേ? അവയുടെയൊക്കെ ഫലമായി ജനങ്ങൾക്ക് യേശുവിനോടുള്ള ബന്ധം കുറയുന്നു എന്നുള്ളത് വാസ്തവമല്ലേ? സത്യത്തിൽ മനുഷ്യൻ്റെ രക്ഷയ്ക്കും വിടുതലിനും ആത്മീയമായ ജയോത്സവമായ ജീവിതത്തിനുമൊക്കെ ക്രിസ്തുവിലുള്ള വിശ്വാസവും അനുസരണവും ആവശ്യമായി നിൽക്കുമ്പോൾ അതിൽ നിന്നും ആളുകളെ മാറ്റിക്കളയുന്ന മറ്റൊരു ആത്മാവല്ലേ ഇതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയാത്തത് എന്താണ്? പുതുയുഗവാദികളുടെ നിഗൂഢ ആത്മീയ അനുഭവങ്ങളും റോമാ മതത്തിലെ മറിയത്തിൻ്റെ പ്രത്യക്ഷീകരണങ്ങളും സംബന്ധിച്ച നിഗൂഢ ആത്മീയ അനുഭവങ്ങളും തമ്മിൽ സാമ്യമുണ്ടോ എന്ന് നാം ചിന്തിക്കണം. അവിശ്വാസികൾ, അക്രൈസ്തവരായ ആളുകൾക്കും ഇത്തരം പ്രത്യക്ഷതകളും അനുഭവങ്ങളുമൊക്കെ ഉണ്ടാകുന്നുണ്ടല്ലോ. അവയെല്ലാം ജനങ്ങളെ ഒരു മറിയത്തിലൂടെ ഒരു യേശുവിലേക്ക് നയിക്കാൻ ലക്ഷ്യമിടുന്നതല്ലേ? അപ്പോൾ ഇതെല്ലാം ക്രൈസ്തവ സഭയിലുള്ള ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ബൈബിളിലില്ലാത്ത ഒരു മറിയത്തിലൂടെ ബൈബിളിലില്ലാത്ത മറ്റൊരു യേശുവിലേക്ക് നയിക്കാൻ, അങ്ങനെ നശിപ്പിച്ചു കളയുവാൻ ലക്ഷ്യമിടുന്നതല്ലേ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ആ യേശു ബൈബിളിലെ യേശുവല്ല എന്നും ആ മറിയം ബൈബിളിലെ മറിയമല്ല എന്നും നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സാത്താന് വെളിച്ചത്തിൻ്റെ ദൂതനെ പോലെ വരാൻ കഴിയുമെന്ന് വ്യക്തമാക്കുന്ന വചനഭാഗം എഫേസ്യ ലേഖനത്തിലും 2 കൊറിന്ത്യ ലേഖനത്തിലുമുണ്ട്. അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? 2 കൊറിന്ത്യ ലേഖനം 11-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു: ഇങ്ങനെയുള്ളവർ കള്ള അപ്പസ്തോലന്മാർ, കപട വേലക്കാർ, ക്രിസ്തുവിൻ്റെ അപ്പസ്തോലന്മാരുടെ വേഷം ധരിക്കുന്നവരാകുന്നു. അത് ആശ്ചര്യവുമല്ല, സാത്താൻ തന്നെയും വെളിച്ചദൂതൻ്റെ വേഷം ധരിക്കുന്നുവല്ലോ. ആകയാൽ അവൻ്റെ ശുശ്രൂഷക്കാർ, അതായത് സാത്താൻ്റെ ശുശ്രൂഷക്കാർ
നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമില്ല. അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും. അപ്പോൾ സാത്താൻ തന്നെ വെളിച്ചദൂതൻ്റെ വേഷം ധരിച്ചു വന്ന് വിശ്വാസികളെ വഴിതെറ്റിക്കും എന്ന് വളരെ വ്യക്തമായി ദൈവത്തിൻ്റെ വചനത്തിൽ എഴുതിയിട്ടുണ്ട്. അതൊക്കെയല്ലേ വാസ്തവത്തിൽ ഇവിടെ സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കണം. എഫേസ്യ ലേഖനം 6-ാം അധ്യായത്തിൽ അതിൻ്റെ 12-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിൻ്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനകളോടുമത്രേ. അപ്പോൾ വാസ്തവത്തിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന പോരാട്ടം, യുദ്ധമെന്ന് പറയുന്നത് ജഡികമായ ശക്തികളോടല്ല, അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആത്മീയ ശക്തികളോടാണ്. അതുകൊണ്ടാണ് വചനത്തിൽ പറയുന്നത് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളും ജഡികമല്ല. അപ്പോൾ പോര് ജഡശക്തികളോടല്ല, ദുഷ്ടാത്മ ശക്തികളോടായതുകൊണ്ട് നമ്മുടെ പോരിൻ്റെ ആയുധങ്ങളും ജഡികങ്ങളല്ല, പരിശുദ്ധാത്മാവിലുള്ളതായിരിക്കണം, വചനത്താലുള്ളതായിരിക്കണം എന്നാണ് ദൈവവചനം വ്യക്തമായിട്ട് പറയുന്നത്. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നു, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിൻ്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അപ്പോൾ സാത്താനെ അനുസരിച്ച് നടന്നു. പിന്നീട് താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ അതിൻ്റെ 6-7 വാക്യങ്ങളിൽ നമ്മൾ എന്താണ് കാണുന്നത്? കരുണാസമ്പന്നനായ ദൈവം നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മെ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തിരിക്കുന്നു. അപ്പോൾ ദൈവം നമുക്ക് വേണ്ടി ക്രിസ്തുവിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നു. അതിനെ മനസ്സിലാക്കാതിരിക്കുവാൻ, അതിൻ്റെ അവകാശങ്ങളും അതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന നന്മകളും തകർത്ത് കളയുവാൻ സാത്താൻ വെളിച്ചദൂതൻ്റെ വേഷം കെട്ടി നമ്മെ വഞ്ചിക്കുകയാണ് എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൻ്റെ ശരീരമായ സഭയെ ക്രിസ്തുവാകുന്ന തലയോട് ബന്ധിപ്പിക്കുന്ന കഴുത്താണ് മറിയം എന്നൊക്കെയുള്ള വാദങ്ങൾക്ക് ബൈബിളിൽ എന്തെങ്കിലും പ്രസക്തിയും അടിസ്ഥാനവുമുണ്ടോ? എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഓരോ തത്വങ്ങളുണ്ടാക്കി സാധാരണ വിശ്വാസികളെ വഴിതെറ്റിക്കുന്ന രീതിയിൽ തത്വങ്ങളുണ്ടാക്കി സഭയെ അലങ്കോലമാക്കുന്നത്? എന്നിട്ട് സത്യസഭ അത് മാത്രമാണ് എന്ന് പറയുന്നത്? അതൊക്കെ ശരിയായ കാര്യമാണ് സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ ഹൃദയത്തിലേക്കുള്ള താക്കോൽ മറിയത്തിൻ്റെ കൈവശമാണെന്നും മറിയം യേശുവിനേക്കാൾ കൂടുതൽ സാമീപ്യനാണെന്നും ഒക്കെയുള്ള ഇല്ലാത്ത കാര്യങ്ങൾ മറിയത്തെപ്പറ്റി ഉണ്ടാക്കി പറയുന്നില്ലേ? അങ്ങനെ കൃപയുടെ ഏറ്റവും ഉന്നത ദാതാവ് യേശുവിന് പകരം മറിയമായി തീർന്നില്ലേ? അങ്ങനെ യേശുവല്ല, മറിയമാണ് സകല സ്വർഗീയ അനുഗ്രഹങ്ങളുടെയും സംരക്ഷകൻ എന്ന് റോമൻ കത്തോലിക്കാ മതം ജനങ്ങളെ പഠിപ്പിക്കുന്നില്ലേ? അങ്ങനെ നേരിട്ട് യേശുവിനെ സമീപിക്കുന്നതിൽ നിന്നും റോമാ മതം ജനങ്ങളെ മനഃപൂർവ്വം ബോധപൂർവം പിന്തിരിപ്പിക്കുന്നു എന്നുള്ളത് ശരിയായ കാര്യമല്ലേ? അതൊരു യാഥാർത്ഥ്യമല്ലേ? അത് തെറ്റാണ്, പക്ഷേ അത് യാഥാർത്ഥ്യമാണ്. പിതാവായ ദൈവത്തേക്കാൾ കൂടുതൽ എളുപ്പത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നത് മറിയമാണെന്നും മറിയത്തിന് യേശുവിൻ്റെ മേൽ അധികാരമുണ്ടെന്നുമൊക്കെ ഊഹിക്കുന്നത് യേശുവിൻ്റെ ഉന്നതമായ സ്വഭാവത്തിന് നേരെ ചെളി വാരിയെറിഞ്ഞ് മോശമാക്കാൻ ശ്രമിക്കുന്നതിന് തുല്യമല്ലേ? മറിയത്തെ യേശുവിനും ജനങ്ങൾക്കും മധ്യയുള്ള മധ്യസ്ഥയാക്കി തീർത്തിരിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ ദൈവത്തിൽ നിന്ന് യേശുവിൽ കൂടി വരുന്ന കൃപ മറിയത്തിൽ കൂടി മാത്രമേ നമുക്ക് ലഭിക്കൂ എന്നുള്ള തെറ്റായ പ്രബോധനം ശരിയാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? യേശു മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെയോ സഭയുടെയോ അമ്മയാക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ വചനത്തിൽ? അപ്പസ്തോലന്മാരങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? പിന്നെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തത്വമൊക്കെ ഉണ്ടാക്കി ആളുകളെ വഴിതെറ്റിക്കുന്നത്? എന്തുകൊണ്ടാണ് ബൈബിൾ യേശുക്രിസ്തുവിന് മാത്രം നൽകുന്ന ഗുണവിശേഷങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കുവാൻ റോമൻ കത്തോലിക്കാ മതം തയ്യാറാകുന്നത്? യേശുക്രിസ്തുവിന് മാത്രമുള്ള
അവകാശങ്ങൾ, ക്വാളിറ്റീസ്, ഗുണവിശേഷങ്ങൾ മറ്റൊരു വ്യക്തിക്ക് കൊടുക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് ധൈര്യം വന്നത്? ക്രൂശിതനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് തീരുമാനിച്ച പൗലോസിൻ്റെ ചിന്താഗതി എന്തുകൊണ്ടാണ് ഇപ്രകാരം റോമൻ കത്തോലിക്കാ മതം അംഗീകരിക്കാത്തത്? എന്തുകൊണ്ടാണ് പൗലോസിൻ്റെ ആ സത്യപ്രസ്താവനയെ നിങ്ങൾ എതിർക്കുന്നത്? ക്രൂശിതനായ യേശു ക്രിസ്തുവിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെക്കുറിച്ചും അറിയേണ്ടതില്ല എന്ന് പറഞ്ഞപ്പോൾ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെക്കുറിച്ച് മാത്രം, അവൻ്റെ രക്ഷാകരമായ ദൗത്യത്തെ, അതിൻ്റെ പൂർത്തീകരണത്തെപ്പറ്റി പ്രസംഗിക്കുകയും സംസാരിക്കുകയും പഠിപ്പിക്കുകയും അവൻ്റെ മൂല്യങ്ങൾ ജനജീവിതത്തിൽ പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ ഒരു മത നേതൃത്വത്തിൻ്റെ, സഭാ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്വം? അതിൽ നിന്നും മാറി ക്രിസ്തുവിൽ നിന്നും ജനത്തെ മാറ്റിക്കളയുന്ന ഇത്തരം ആത്മീയ ശക്തികൾക്ക് കീഴടങ്ങുന്നതാണോ വാസ്തവത്തിൽ ഒരു സഭാ നേതൃത്വം ചെയ്യേണ്ടത്? അപ്പോൾ പരസ്പര വിരുദ്ധങ്ങളായ രണ്ട് ചിന്താഗതികൾ രണ്ടും ഒരിക്കലും ഒരേ സമയം ശരിയായിരിക്കുകയില്ല. അതിനാൽ ഒന്നുകിൽ റോമൻ കത്തോലിക്ക സഭ തെറ്റ്, അല്ലെങ്കിൽ ബൈബിൾ തെറ്റ്. ഏതാണ് തെറ്റ് എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ബൈബിൾ തെറ്റാകാൻ സാധ്യമല്ലാത്തത് കൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് റോമൻ കത്തോലിക്ക മതത്തിൻ്റെ ചിന്തകളും തത്വങ്ങളും ആചാരങ്ങളും ആർഗ്യുമെൻസും എല്ലാം തെറ്റാണ് എന്ന് വ്യക്തമാകും. കത്തോലിക്ക സഭയുടെ കീഴിൽ നിർമ്മിക്കപ്പെടുന്ന അനേകം മറിയ പാരമ്പര്യങ്ങൾ ബൈബിൾ വിരുദ്ധമാണ് എന്നും അത് മറ്റൊരു മറിയത്തെയും മറ്റൊരു സുവിശേഷത്തെയുമാണ് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നും തെളിയിക്കുവാനായിട്ട് കഴിയും. ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് വിരുദ്ധമായ വിചിത്രമായ മറ്റൊരു സുവിശേഷം ഇന്ന് പ്രചരിപ്പിക്കപ്പെടുന്നു. ചില കത്തോലിക്ക പ്രസിദ്ധീകരണങ്ങളിൽ നിന്നുള്ള ചില ഉദാഹരണങ്ങൾ നമുക്ക് പരിശോധിക്കാം. സ്പിരിറ്റ് ഇൻ ജീസസ് സമാഗമന കൂടാരം ദേവികുളം പിയോയിലെ ഇതാ നിൻ്റെ അന്മ എന്ന പ്രസിദ്ധീകരണത്തിൽ ലീൻ മാത്യു പടന്നക്കാട് 2002 ഫെബ്രുവരിയിൽ എഴുതിയ ഒരു ലേഖനത്തിൻ്റെ 12-13 പേജുകളിൽ എഴുതിയിരിക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് ഒന്ന് വായിക്കാം. പുത്രനെ വഹിച്ച് വളർത്തിയ അമ്മയ്ക്ക് മാത്രമേ നമ്മളെ മറ്റൊരു ക്രിസ്തുവായി രൂപാന്തരപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. പിതാവിൻ്റെ ഹിതം തിരിച്ചറിഞ്ഞ അമ്മയ്ക്ക് നമ്മളെക്കുറിച്ചുള്ള പിതാവിൻ്റെ ഹിതവും വെളിപ്പെടുത്തി തരുവാൻ സാധിക്കും. ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ പിതാവിൻ്റെ ഹിതത്തിനനുസൃതമായി വഴി നടത്താൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന സ്വർഗീയ സമ്മാനമാണ് പരിശുദ്ധ അമ്മ. ആ വഴി മാത്രമേ പിതാവിൻ്റെ അടുക്കിലേക്ക് എത്തിച്ചേരുകയുള്ളൂ. വിശുദ്ധരുടെ പുസ്തകങ്ങളിൽ അവരെയെല്ലാം ക്രിസ്തുവിൻ്റെ വഴിയിലൂടെ കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധ അമ്മയാണ് എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നു. തൃത്വത്തിൽ ലയിച്ചു ചേർന്ന അമ്മ, ശ്രദ്ധിക്കുക, തൃത്വത്തിൽ ലയിച്ചു ചേർന്ന അമ്മ, ത്രിയേക ദൈവത്തിൽ അമ്മ ഒന്നായി ലയിച്ചു ചേർന്നതുപോലെ പിതാവിൻ്റെ മകനും പുത്രൻ്റെ അമ്മയും പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയും ആയിത്തീരുന്നു. ക്രിസ്തു പിതാവിൻ്റെ അടുക്കലേക്കുള്ള വഴിയാണ്. ഈ ക്രിസ്തുവിലേക്ക് എത്തിച്ചേരുവാൻ, ക്രിസ്തുവുമായി ഒന്നായിത്തീരാൻ പിതാവ് നൽകിയ വാഗ്ദാനമായ അമ്മയോട് ഒന്നാകാം. ദൈവിക രഹസ്യങ്ങളുടെ റോസാപുഷ്പമായ അമ്മ ദൈവത്തിൻ്റെ ജ്ഞാനവും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ അനന്ത പരിശുദ്ധിയും കൊണ്ട് നമ്മെ നിറച്ചാൽ മാത്രമേ, അപ്പോൾ നിറയ്ക്കുന്നത് ആരാണ്? നമ്മെ നിറച്ചാൽ മാത്രമേ പുത്രൻ ആരെന്നും പിതാവിൻ്റെ ഹിതം എന്തെന്നും ആത്മാവിൻ്റെ സ്ഥിരമായ ആവാസവും നമ്മളിലുണ്ടായ കാര്യങ്ങളും എന്നും നിറഞ്ഞു നിൽക്കുകയും പ്രാർത്ഥനാ വേളകളിലുണ്ടാകുന്ന ആത്മസംതൃപ്തിക്കപ്പുറം ജീവിത മേഖലകളിൽ ജ്ഞാനവും ദൈവസ്നേഹവും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ പ്രതീകങ്ങളുമായി തീരാം. ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിതാവിനെക്കുറിച്ച് എങ്ങനെ അറിയും? അപ്പോൾ പിതാവിനെക്കുറിച്ച് അറിയണമെങ്കിൽ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായ പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിക്കണമെന്നാണ്. അപ്പോൾ യേശു 3 ദിവസം ദേവാലയത്തിൽ നിന്നപ്പോൾ കൂടെ ഇല്ല എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ബൈബിളിലെ അമ്മയാണ് ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമായി ഇവരെഴുതിയിരിക്കുന്നത്. ഓക്കെ, ലോക ജനതയുടെ
അമ്മയുടെ വിമല ഹൃദയത്തിൽ ഭൂവാസികളെ മുഴുവൻ ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ദുഃഖങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന അമ്മയ്ക്ക് നമ്മളെ ജനതയുടെ അമ്മയാക്കി മാറ്റാൻ സാധിക്കുകയുള്ളൂ. എന്തൊക്കെയാണ് എഴുതി വച്ചിരിക്കുന്നത് അല്ലേ? ഭൂവാസികളെ മുഴുവൻ ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാൻ കഴിയും. അപ്പോൾ മറിയത്തെ ഒരു ദൈവതുല്യമായി ഉയർത്തുകയാണ്. ഭൂവാസികളെ എല്ലാം ഹൃദയത്തിൽ ഉൾക്കൊള്ളുവാനും അവരുടെ എല്ലാം പ്രാർത്ഥന കേൾക്കുവാനും ഒക്കെ കഴിയണമെങ്കിൽ ഒരു സാധാരണ മനുഷ്യ വ്യക്തിയല്ല, ദൈവികമായ ദൈവത്തിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിന്ന് മാറ്റി ആ സ്ഥാനത്ത് വേറൊരാളെ പ്രതിഷ്ഠിക്കുന്നതിൻ്റെ ഒരു പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത്. സ്പിരിറ്റ് ഇൻ ജീസസിൻ്റെ ഇതാ നിൻ്റെ അമ്മ എന്ന അതേ പ്രസിദ്ധീകരണത്തിൽ 2002 ഫെബ്രുവരിയിൽ ലക്കത്തിൽ പേജ് 23 നമ്മൾ കാണുന്നു, VJ ജോർജ് കൽപ്പറ്റ എഴുതിയ ലേഖനത്തിൻ്റെ ഒരു ഭാഗം കാണാം. തൻ്റെ മക്കളുടെ ആവശ്യങ്ങൾ നേടുന്നതിന് വേണ്ടി പരിശുദ്ധ അമ്മ തിരുക്കുമാരൻ്റെ മുമ്പിൽ നിരന്തരം മാധ്യസ്ഥം വഹിക്കുന്നു. ഇതിൻ്റെ ലക്ഷണമാണ് ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും മരിയൻ ദർശനങ്ങൾ കാണുന്നത്. ഈ സ്ഥലങ്ങളിലെല്ലാം മാനസാന്തരപ്പെടുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ മാതാവിൻ്റെ സുഗന്ധം പല സ്ഥലങ്ങളിലും അനുഭവപ്പെടുന്നു. മാതാവിൻ്റെ 7 ഗുണങ്ങളാണ് ഈ സുഗന്ധമായി അനുഭവപ്പെടുന്നത്. ഈ 7 ഗുണങ്ങളും നമുക്ക് അനുഭവിക്കുന്നതിന് വേണ്ടി അമ്മയോടൊത്ത് 153 മണി ജപം ചൊല്ലി പിശാചിൻ്റെ കുടിലതന്ത്രത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാം. അപ്പോൾ പിശാചിൽ നിന്നും ഉള്ള രക്ഷ യേശുക്രിസ്തുവിൽ പൂർണ്ണമല്ല എന്ന് എഴുതി സ്ഥാപിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയുടെ സഹായം കൂടാതെ യേശുക്രിസ്തുവിൽ നമുക്ക് പിശാചിൽ നിന്ന്, മരണത്തിൽ നിന്ന്, ലോകത്തിൽ നിന്ന്, പാപത്തിൽ നിന്ന്, സാത്താനിൽ നിന്നൊന്നും വിടുതലില്ല എന്നൊക്കെ എഴുതി സ്ഥാപിക്കുക എന്ന് പറയുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ദൗത്യത്തെ തന്നെ തകർത്ത് കളയുന്ന, അവരുടെ വിശ്വാസത്തിലൂടെയും ജീവിതത്തിലൂടെയും യേശുക്രിസ്തുവിനെ തരം താഴ്ത്തുന്ന, യേശുക്രിസ്തുവിൻ്റെ രക്ഷാകര ധർമ്മത്തെ തരം താഴ്ത്തുന്ന പ്രക്രിയയാണ് നമ്മളിവിടെ കാണുന്നത്. ഡിവൈൻ വോയിസ് അതിൽ 2002 മെയ് ലക്കത്തിൽ പേജ് 10-11 ഫാദർ സ്റ്റെഫാനോ ഗോപിയും മാതാവിൻ്റെ സന്ദേശങ്ങളും എന്ന ഒരു ലേഖനത്തിൽ പ്രൊഫസർ ജോർജ് ഇരുമ്പയം എഴുതിയിരിക്കുന്ന ലേഖനത്തിൽ നിന്നുള്ള ചില പ്രസക്ത ഭാഗങ്ങൾ കൂടി നമുക്ക് വായിക്കാം. ഈ പ്രസ്ഥാനത്തിൽ, അതായത് വൈദികരുടെ മരിയൻ പ്രസ്ഥാനത്തിൽ ചേരുവാൻ പ്രാർത്ഥനായോഗം കൂടി മാതാവിൻ്റെ സ്വരൂപത്തിനടുത്ത് നിന്ന് ആ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്തുകയാണ്. ജപമാല മാതാവിൻ്റെ സന്ദേശങ്ങൾ വായിച്ച് ധ്യാനിക്കൽ, ഇതൊക്കെ പ്രാർത്ഥനായോഗത്തിൽ വേണം. മാതാവിന് പൂർണ്ണമായും വിട്ടുകൊടുത്ത് വചനങ്ങളനുസരിച്ച് സഹനത്തിലും പ്രാർത്ഥനയിലും മൗനത്തിലും മാതാവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാതാവിന് എല്ലാം സമർപ്പിക്കുമ്പോൾ യേശുവിന് തന്നെയാണ് സമർപ്പിക്കുന്നത്. 2 ഹൃദയങ്ങൾ അടുത്തടുത്ത് വച്ച് മുള്ളുകൊണ്ട് വലയം ചെയ്യുവാൻ വസൂലറിയിടനോട് യേശു ആവശ്യപ്പെടുന്നു. വാസ്തവത്തിൽ അവരും ഒന്നാണ്. എൻ്റെ മാതാവിൻ്റെ വിമല ഹൃദയം എൻ്റെ ഹൃദയത്തോട് ചേർന്നിരിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ അമ്മയുടെ വിമല ഹൃദയത്തോടുള്ള ഭക്തിയാണ്. യേശുവിലേക്കുള്ള എളുപ്പ വഴി മാതാവിലൂടെയാണെന്ന് പല പുണ്യാത്മാക്കളും ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ശ്രദ്ധിക്കുക, യേശുവിലേക്കുള്ള എളുപ്പ വഴി മാതാവിലൂടെയാണ് എന്നുള്ള ഒരു തത്വമാണ് കത്തോലിക്ക സഭയിലുള്ള ഈ മറിയ ഭക്തിയുടെ അടിസ്ഥാന തത്വമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ യേശുവിലേക്ക് നമുക്ക് നേരിട്ട് സമീപിക്കുവാൻ എന്തോ തടസ്സമുണ്ട് എന്നുള്ള ഒരു തെറ്റായ ധാരണ അവിടെ വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യേശുവിനും ഭക്തർക്കും വിശ്വാസികൾക്കും മധ്യേ മറ്റെന്തൊക്കെയോ സ്ഥാപിക്കുന്ന ഒരു പരിപാടി, മധ്യസ്ഥരെ സ്ഥാപിക്കുന്ന ഒരു പരിപാടി. യേശു ദൈവത്തിനും മനുഷ്യർക്കും മധ്യയുള്ള ഏക മധ്യസ്ഥൻ എന്ന വചന സത്യത്തെ അട്ടിമറിക്കുന്ന ഒരു ചിന്താഗതിയാണിതെന്ന് നമ്മൾ മനസ്സിലാക്കണം. തുടർന്ന് വായിക്കട്ടെ. വിശ്വറാണിയിൽ മാതാവിന് സ്വയം അടിമയായി സമർപ്പിക്കാൻ വിശുദ്ധ ഗ്രിഞ്ഞോൺ ഡി മോർഫറ്റ് ആവശ്യപ്പെടുന്നു. യേശു ലോകത്തിലേക്ക് വന്നത് മാതാവിലൂടെയാണ്. യേശുവിലേക്കുള്ള വഴിയും അതുതന്നെ. എനിക്ക് പ്രതിഷ്ഠിക്കപ്പെടുക എന്നതിൻ്റെ അർത്ഥം
എന്നാൽ നയിക്കപ്പെടുന്നതിന് സമ്മതിക്കുക എന്നാണ്. സ്വമാതാവിനാൽ നയിക്കപ്പെടാൻ അനുവദിക്കുന്ന ശിശുവിനെ പോലെ നീ സ്വയം എനിക്ക് പ്രതിഷ്ഠിക്കുക. നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഞാനായിരിക്കട്ടെ. ഇതിനു വേണ്ടി നീ സഹിക്കുന്നതിനും തെറ്റിദ്ധരിക്കപ്പെടുന്നതിനും അവഗണിക്കപ്പെടുന്നതിനും സന്നദ്ധനായിരിക്കണം. അപ്പോൾ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഒരു സ്ഥാനമാണ് ഇവിടെ മാതാവ് ഏറ്റെടുത്തിരിക്കുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനമാണ്. ഇസ്ലാമിൽ മുഹമ്മദ് പരിശുദ്ധാത്മാവാണ് എന്നൊരു തത്വമുണ്ട്. അതുപോലെ തന്നെ കത്തോലിക്ക സഭയിൽ മാതാവിനെ പരിശുദ്ധാത്മാവിൻ്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയാണ്. ഇവിടെ എഴുതിയിരിക്കുന്നതുണ്ട്, നിന്നിലൂടെ പ്രവർത്തിക്കുന്നത് ഞാനായിരിക്കട്ടെ. നിരന്തരം എന്നിൽ വസിച്ചാൽ നീ പ്രാർത്ഥനാരൂപിയിലായിരിക്കും. അപ്പോൾ മാതാവിൽ വസിച്ചാൽ, ക്രിസ്തുവിലല്ല, മാതാവിൽ വസിക്കണം. ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിച്ചാൽ. അപ്പോൾ ക്രിസ്തുവിൽ വസിക്കുന്നതിന് പകരം മാതാവിൽ വസിക്കണമെന്നും മാതാവ് നമ്മിൽ വസിക്കണമെന്നുമൊക്കെ പഠിപ്പിക്കുന്നത് എത്രയോ അബദ്ധ സിദ്ധാന്തങ്ങളാണ്, എത്രയോ വലിയ അപകടമാണ് എന്ന് നാം മനസ്സിലാക്കണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് പ്രൊഫസർ ഇരുമ്പയം, ജോർജ് ഇരുമ്പയത്തിൻ്റെ ആ പറഞ്ഞ ലേഖനത്തിൽ തന്നെ 8-ാമത്തെ പേജിലാണ്. ഇനി 10-11 പേജുകളിൽ കാണുന്ന ചില ഭാഗങ്ങൾ കൂടെ ഞാൻ വായിക്കാം. മാതാവിൻ്റെ വിമല ഹൃദയത്തിനുള്ള സമ്പൂർണ്ണ സമർപ്പണം കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിൻ്റെ വലിയ പ്രത്യേകത ഭൂമിയിലെ യേശുവിൻ്റെ പ്രതിനിധിയായ മാർപ്പാപ്പയോടുള്ള സ്നേഹാദരങ്ങളും വിധേയത്വവുമാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ 3-ാമത്തെ സവിശേഷത വിശ്വാസികളെ പരിശുദ്ധ അമ്മയോടുള്ള യഥാർത്ഥ ഭക്തിയിലേക്ക് നയിക്കുക എന്നതാണ്. നീ എൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച പ്രതിഷ്ഠ പുതുക്കുക. നീ എൻ്റേതാണ്, എൻ്റെ സ്വന്തമാണ്. ഓരോ നിമിഷവും നീ എന്തായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവോ അതായിരിക്കണം. അപ്പോൾ മറിയത്തിൻ്റെ സ്വന്തമായി തീരുന്ന ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. ഓരോ വിശ്വാസിയും മറിയത്തിൻ്റെ സ്വന്തമായി തീരുക. ക്രിസ്തുവിൽ നിന്ന് മാറി ക്രിസ്തുവിൻ്റെ സ്വന്തമല്ലാതായി തീർന്നു. അപ്പോൾ ഈ മറിയം എന്ന് പറയുന്ന ആ സംഭവത്തിലൂടെയേ ക്രിസ്തുവിലേക്ക് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ക്രിസ്തുവിലേക്ക് നേരിട്ട് പോകുന്ന ആ വചനപരമായ സത്യത്തെ തകർത്ത് കളയുന്ന ഒരു സംവിധാനമാണ് ഇവിടെ നടക്കുന്നത്. വീണ്ടും തുടരുന്നു, ഓരോ നിമിഷവും നീ എന്തായിരിക്കണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നുവോ അതായിരിക്കണം. ഭയപ്പെടേണ്ട, ഞാൻ എപ്പോഴും നിൻ്റെ കൂടെയുണ്ട്. വർത്തമാന പത്രങ്ങളിലോ ടെലിവിഷനിലോ നോക്കരുത്. എല്ലാ സമയവും പ്രാർത്ഥനയിൽ എൻ്റെ ഹൃദയത്തിനടുത്ത് നിൽക്കുക. എന്നോടുകൂടെയും എനിക്കു വേണ്ടിയും ജീവിക്കുന്നതൊഴിച്ച് മറ്റൊന്നിലും നീ താല്പര്യമെടുക്കുകയോ മറ്റൊന്നും പ്രധാനമായി കരുതുകയോ ചെയ്യരുത്. അപ്പോൾ മറിയ ഭക്തി ഒരു മനുഷ്യനെ എത്രമാത്രം അന്ധകാരത്തിലേക്ക് നടത്തുന്നു, ഇടുങ്ങിയ ചിന്തയിലേക്ക് നടത്തുന്നു എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിൽ നിന്ന് മാറ്റി വർത്തമാന പത്രങ്ങൾ, ടെലിവിഷന് ഒന്നും നോക്കരുത്. ബൈബിളിൽ നിന്ന് ഒരു മനുഷ്യൻ അകലുന്നു, ക്രിസ്തുവിൽ നിന്ന് അകലുന്നു, പിതാവായ ദൈവത്തിൽ നിന്ന് അകലുന്നു, പരിശുദ്ധാത്മാവിൽ നിന്ന് അകലുന്നു. അതിൻ്റെ എല്ലാം സ്ഥാനത്ത് ഇങ്ങനെ ഒരു ആത്മാവിനെ, മരിയ ഭക്തി വളർത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയെല്ലാം നിർമ്മിച്ചെടുക്കുന്ന കത്തോലിക്ക സഭയുടെ അനേകം മറിയ പാരമ്പര്യങ്ങളും വചനവിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കണം. ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിൽ വക്രബുദ്ധി പ്രയോഗത്താൽ സുബോധവും സാമാന്യ ബുദ്ധിയും മനസാക്ഷിയും ബൈബിളും തുച്ഛീകരിക്കപ്പെടരുത്. തിരുസ്വരൂപ വണക്കം, ബൈബിൾ സത്യങ്ങൾ, ലോ ഓഫ് ഐഡൻറ്റിറ്റി, കാറ്റക്കിസം ഓഫ് ദ കാത്തലിക് ചർച്ച് പാരഗ്രാഫ് 2132 എന്നിവയൊക്കെ തമ്മിൽ വലിയ വൈരുദ്ധ്യം. ദൈവവചന സത്യമാണ് ശരിയായിട്ടുള്ളത് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ ഇതൊക്കെ തെറ്റാണ് എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ഒരേ സമയത്ത് വൈരുദ്ധ്യങ്ങളുള്ള രണ്ട് കാര്യങ്ങൾ ശരിയായിരിക്കുവാൻ കഴിയില്ല. ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, വല്ലാർപാടത്തമ്മ, കൊരട്ടിമുത്തി എന്നിവർ യേശുവിൻ്റെ അമ്മയായ മറിയമാണോ എന്ന് നിങ്ങൾ ചിന്തിക്കണം. മറിയ ഭക്തി എന്ന കത്തോലിക്ക പാരമ്പര്യത്തെ ബൈബിളിലെ അപ്പസ്തോലിക പാരമ്പര്യം അംഗീകരിക്കുന്നില്ല. കത്തോലിക്ക സഭയുടെ അനേകം പാരമ്പര്യങ്ങൾ ബൈബിൾ വിരുദ്ധമാണ്.
ബൈബിളിലെ അപ്പസ്തോലിക പാരമ്പര്യം കത്തോലിക്ക പാരമ്പര്യങ്ങളെ പുറത്താക്കുന്നു. ബൈബിളിന് പാരമ്പര്യങ്ങളെക്കാൾ ആധികാരികതയുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. പാരമ്പര്യങ്ങൾ മനുഷ്യ നിർമ്മിതമാണ്. പാരമ്പര്യങ്ങൾക്ക് ബൈബിളിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതിലെ ഗൂഢാലോചനയും ദുരുദ്ദേശവും നാം മനസ്സിലാക്കണം. അപ്പോൾ പാരമ്പര്യങ്ങളെ ബൈബിളിനേക്കാൾ വലുതാക്കുന്നതിൻ്റെ ഉദ്ദേശം, ഇങ്ങനെ സഭാധികാരികൾ എന്ന് പറയപ്പെടുന്നവർ നിർമ്മിക്കുന്ന ഏത് കാര്യങ്ങളും, അവർ പ്രചരിപ്പിക്കുന്ന ഏത് വിശ്വാസവും സത്യമായിട്ട് സ്വീകരിക്കുവാൻ ജനങ്ങളെ ബാധ്യസ്ഥരാക്കുന്ന, ദൈവവചന സത്യങ്ങളെ നിഷേധിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെ ഉണ്ടാക്കപ്പെടുന്നത്. അപ്പോൾ പാരമ്പര്യങ്ങൾക്ക് ബൈബിളിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതിലെ ഗൂഢാലോചന അത് നാം മനസ്സിലാക്കണം. മനുഷ്യനിർമ്മിത പാരമ്പര്യങ്ങൾക്ക് ദൈവവചന തുല്യമായ സ്ഥാനം കൊടുക്കുന്നതിൽ കടുത്ത അപകടവും സാത്താൻ്റെ വഞ്ചനയുമുണ്ട്. മറിയത്തെ, ബൈബിളിലെ മറിയത്തെ നമുക്ക് അനുകരിക്കാം, പക്ഷേ വന്ദിച്ച് നമസ്കരിക്കരുത്. യേശുവിനെ മാറ്റി നിർത്തുവാൻ അനുവദിക്കരുത്. യേശുവിൻ്റെ അമ്മയായ മറിയം കർത്താവിൻ്റെ ദാസിയാണ്, ദൈവമാതാവല്ല. അതുകൊണ്ട് കത്തോലിക്ക സഭയിലും മറ്റ് സമുദായ സഭകളിലുമൊക്കെ നടക്കുന്ന ദൈവശാസ്ത്രപരമായ ഭയാനകമായ അടിയൊഴുക്കുകളെ പറ്റി നാം അജ്ഞരായിരിക്കുവാൻ പാടില്ല. ബൈബിളിനെ ദൈവവചനമായും യേശുവിനെ ദൈവമായും അംഗീകരിക്കുന്ന പെന്തക്കോസ്തുകാരെയൊക്കെ കാണുന്നത് പോലും അമർഷമാണ് എന്ന് പറയുന്ന ഒരു പുരോഹിത വർഗമാണ് അവിടെയുള്ളത്. അതേസമയം തന്നെ ബൈബിളിനെ ദൈവവചനമായോ യേശുവിനെ ദൈവമായോ ഒന്നും അംഗീകരിക്കാത്തവരെ സ്വീകരിച്ച് ഒരുമിച്ച് അവരുമായി ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രവണതയും അവർക്കുണ്ട്. മഹദിയാം ബാബിലോൺ തീത്തടാകത്തിലേക്ക് തന്നെ എറിയപ്പെടും എന്നുള്ളതിൽ സംശയമില്ല. മറിയമല്ലാത്ത അനേകം മറിയങ്ങൾ യേശുവിനെ നിഷ്പ്രഭമാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ക്രിസ്തുവിനെ ഒതുക്കിക്കളയുന്ന ദൈവവചന വിരുദ്ധമായ സ്വഭാവമുള്ള മറിയമല്ലാത്ത, ബൈബിളിലെ മറിയമല്ലാത്ത മറ്റു മറിയങ്ങളുടെ ആത്മീയ ആൾമാറാട്ടവും വഞ്ചനയും നാം വളരെയേറെ സൂക്ഷിക്കണം. ഉത്തമ മാതൃകയായ യഥാർത്ഥ മറിയത്തിൻ്റെ മറവിൽ ദൈവത്തെപ്പോലെ ആകാൻ വേണ്ടി ആത്മീയ ആൾമാറാട്ടവും ദർശനങ്ങളും ആത്മീയ അട്ടിമറികളും ഒക്കെ നടത്തുന്ന ഒരു ശക്തി ലോകത്തിലുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ക്രിസ്തുവിന് ബദലായി വളരുന്ന ഈ പുതിയ മറിയത്തെ വളർത്തുന്നത് ക്രിസ്തുവിരുദ്ധ ആത്മീയ ശക്തികളാണ്. അവസാന കാലങ്ങളിൽ കള്ളക്രിസ്തുമാരും കള്ളപ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിലുണ്ട്. അവർ കഴിയുമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ കൂടി വഴിതെറ്റിക്കത്തക്ക വിധത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും കാണിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പസ്തോലന്മാരുടെ വേഷം കെട്ടിവരുന്ന കപട അപ്പസ്തോലന്മാരെ പറ്റി ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നു: ഇതിൽ അത്ഭുതമില്ല, സാത്താൻ പോലും പ്രകാശത്തിൻ്റെ ദൂതൻ്റെ വേഷം കെട്ടി വരാറുണ്ട്. അതുകൊണ്ട് സാത്താൻ്റെ ദാസർ നീതിയുടെ ദാസരായി വേഷം കെട്ടുന്നതിലും അത്ഭുതമില്ല. അപ്പോൾ സാത്താൻ പ്രകാശത്തിൻ്റെ ദൂതനായി പ്രത്യക്ഷപ്പെടുകയും അവൻ്റെ ദാസന്മാർ അത്തരം പ്രത്യക്ഷതകളെ ന്യായീകരിക്കുകയും നിയമമാക്കുകയും നിയമനിർമ്മിതി നടത്തുകയും അതിനെ ആരാധിക്കുവാൻ ജനങ്ങൾക്ക് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്നാണ് വചനം വ്യക്തമാക്കുന്നത്. ഇപ്രകാരം ക്രിസ്തുവിരുദ്ധ ആത്മീയ ശക്തികൾ ക്രിസ്തീയതയുടെ വേഷം കെട്ടി ജനങ്ങളെ വഞ്ചിക്കുന്നു. കർത്താവിൻ്റെ ദാസിയായ യേശുവിൻ്റെ അമ്മയായ ബൈബിളിലെ യഥാർത്ഥ മറിയത്തിൻ്റെ മറവിൽ ഇന്ന് സ്വർലോക രാജ്ഞിയെന്നും ദൈവമാതാവ് എന്നും മറ്റും അവകാശപ്പെടുന്ന മറ്റൊരു മറിയം ജനഹൃദയങ്ങളെ കീഴടക്കി ജനങ്ങളെ യേശു ക്രിസ്തുവിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ പുതിയ മറിയം പല സ്ഥലങ്ങളിലും പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഫാത്തിമ മാതാവ്, ലൂർദ് മാതാവ്, വേളാങ്കണ്ണി മാതാവ്, അമലോത്ഭവ മാതാവ്, വരപ്രസാദ മാതാവ്, കർമ്മല മാതാവ്, വ്യാകുല മാതാവ്, കാശിരൂപ മാതാവ്, കൊന്ത മാതാവ്, പുത്തിരി മാതാവ്, കറുത്ത മാതാവ്, മഞ്ഞു മാതാവ്, കൊരട്ടിമുത്തി, വല്ലാർപാടത്തമ്മ എന്നിങ്ങനെ അനേകം പരിവേഷങ്ങളിൽ അരങ്ങ് തകർക്കുകയാണ്. ഓസ്തിയിലും മറിയത്തെ കണ്ടു എന്ന് അവകാശപ്പെടുന്നവരുണ്ട്. ഈ മറിയങ്ങളെല്ലാവരും ജനങ്ങളുടെ ഇടയിൽ ഒരുപോലെ പ്രസിദ്ധരല്ല. ഇവർക്കെല്ലാം ജനപ്രീതിയുമുണ്ട്.
അതുകൊണ്ട് അത്തരം ചില തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ജനപ്രവാഹം കൂടുതലാണ്. അതുകൊണ്ട് ഈ മറിയങ്ങളെല്ലാം യഥാർത്ഥത്തിൽ ഒരു വ്യക്തി തന്നെയാണോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. പല വ്യക്തികളാണ്, പല ആത്മീയ വ്യക്തിത്വങ്ങളുടെ പ്രത്യക്ഷതകളാണ്, പ്രകടനങ്ങളാണ് അവയിൽ നടക്കുന്നത്. അതുകൊണ്ടാണ് ചില ഇത്തരം മറിയങ്ങൾക്ക് പ്രസിദ്ധിയും ശക്തിയും കൂടിയും കുറഞ്ഞുമിരിക്കുന്നത്. അപ്പോൾ മനുഷ്യനെ ദൈവത്തെ പോലെയാക്കുന്ന തന്ത്രങ്ങൾക്ക് പിന്നിൽ മനുഷ്യവർഗത്തിൻ്റെ ശത്രുവായ സാത്താനാണ് എന്ന് നാം മനസ്സിലാക്കണം. സാത്താൻ നമ്മെ വഞ്ചിക്കും, അവൻ നമ്മെ നിത്യമരണത്തിലേക്ക് നടത്തും. അതിന് ഏറ്റവും ആസൂത്രിതമായ തന്ത്രങ്ങൾ, ഓരോ കാലഘട്ടത്തിലും മനുഷ്യനെ വഞ്ചിക്കുവാൻ കഴിയുന്ന തന്ത്രങ്ങൾ തന്നെ അവൻ രൂപപ്പെടുത്തും. അപ്പോൾ ഇതിൻ്റെ എല്ലാ സത്യാവസ്ഥ മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആദി പിതാക്കളെ വഞ്ചിച്ച സാത്താൻ്റെ നുണച്ചതികളെയും തന്ത്രങ്ങളെയും ദൈവാത്മാവിൻ്റെ സഹായത്തോടെ നാം തിരിച്ചറിയണം. സാത്താൻ വലിയ ആൾമാറാട്ടക്കാരനാണ്. അവൻ സർപ്പത്തിലൂടെ വന്ന് ഹവ്വായെ നുണ പറഞ്ഞ് വഞ്ചിച്ചു. അത് നാം മനസ്സിലാക്കണം. ദൈവിക സത്യങ്ങളെ അവിശ്വസിക്കുവാനും സാത്താൻ്റെ നുണകളിൽ വിശ്വസിക്കുവാനും അവൻ അവരെ പ്രേരിപ്പിച്ചു. അങ്ങനെ സാത്താൻ മനുഷ്യവർഗത്തെ മുഴുവൻ വഞ്ചിച്ചു. അവൻ്റെ ആ വഞ്ചന ഇന്നും വിവിധ രീതികളിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ആ സാത്താൻ ഇന്നും തൻ്റെ ഏജൻറ്റുമാരിൽ കൂടി ബൈബിൾ സത്യങ്ങളെ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് സത്യത്തെ വളച്ചൊടിച്ച് തിരിച്ചറിവില്ലാത്ത അനേകരെ വിഗ്രഹാരാധനയിലേക്ക് നടത്തി നിത്യ നരകത്തിലേക്ക് എത്തിക്കുവാനുള്ള വളരെ ആസൂത്രിതമായ ഒരു തന്ത്രത്തിലും പദ്ധതിയിലുമാണ് ഈ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നത് എന്ന് നാം അറിവില്ലാത്തവരായിരിക്കരുത്. അപ്പോൾ യേശുവിൻ്റെ മഹത്വം പ്രഥമമായി ലക്ഷ്യമാക്കാത്ത യാതൊരു ആത്മീയ ശക്തിയും ദൈവികമല്ല, മറിച്ച് അവ പൈശാചികമാണ്. കാരണം യേശുവിൻ്റെ മഹത്വത്തിലാണ് ദൈവം മഹത്വപ്പെടുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ നാം അത് കാണുന്നു. പരിശുദ്ധാത്മാവ് യേശുവിനെ മാത്രമേ മഹത്വപ്പെടുത്തൂ എന്ന് യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ നാം കാണുന്നു. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ അടുക്കലേക്ക് എല്ലാ മനുഷ്യരെയും ആകർഷിക്കും. അപ്പോൾ തന്നിലേക്ക് തന്നെ ആകർഷിക്കുന്ന ഇത്തരം ആത്മാക്കൾ യഥാർത്ഥ മറിയത്തിൻ്റെതല്ല എന്ന് നാം മനസ്സിലാക്കണം. യേശു തന്നിലേക്ക് തന്നെ എല്ലാവരെയും ആകർഷിക്കും. യേശുവിലേക്ക് ആകർഷിക്കുന്നതാണ് ദൈവത്തിൻ്റെ ആത്മാവ്. പിതാവ് ആകർഷിക്കുന്നത് യേശുവിലേക്കാണ്. പിതാവ് ആകർഷിക്കാതെ ഒരുവനും യേശുവിലേക്ക് കടന്നു വരുവാൻ കഴിയില്ല എന്ന് യേശു വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത്, യേശുവിലേക്ക് മനുഷ്യരെ നയിക്കാതെ തന്നിലേക്ക് തന്നെയോ മറ്റുള്ളവരിലേക്കോ മനുഷ്യരെ ആകർഷിക്കുന്നവരാരും ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരല്ല എന്നാണ്. മറിച്ച് അവയെല്ലാം ദൈവത്തിനെതിരായി പ്രവർത്തിക്കുന്ന ദുഷ്ടാത്മശക്തികളുടെ കൗശലപൂർവമായ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനമാണ്. അതുകൊണ്ട് ബൈബിളിലെ യേശുവിൻ്റെ അമ്മയായ കർത്താവിൻ്റെ ദാസിയായ മറിയവും സ്വയം പുകഴ്ത്തുകയും തന്നിലേക്ക് തന്നെ ആരാധകരെ ആകർഷിച്ചുകൊണ്ട് ദൈവമാതാവായി ചമയുന്ന ഇന്നത്തെ പുതിയ മറിയവും ഒരേ വ്യക്തിയാണെന്ന വാദം സത്യസന്ധമായി ചിന്തിക്കുന്നവർക്ക് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ ഈ ദൈവമാതാവ് യഥാർത്ഥത്തിൽ ആരാണ് എന്ന് തിരിച്ചറിയുവാനുള്ള ആത്മീയ ശക്തിക്കായി പിതാവായ ദൈവത്തോട് യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൽ നിറയുന്നവർക്ക് ഈ ദൈവവചന സത്യങ്ങളെ പറ്റിയുള്ള ബോധ്യം ആഴമായി നിങ്ങളുടെ ആത്മാവിൽ വെളിപ്പെട്ടു വരും എന്നുള്ള ഉറപ്പ് ഞാൻ നിങ്ങൾക്ക് നൽകുന്നു. കത്തോലിക്ക സഭയിലും ഓർത്തഡോക്സ് യാക്കോബായ സമുദായ സഭകളിലുമൊക്കെ വിശുദ്ധരോടുള്ള ഭക്തി പ്രകടനത്തിൽ യഥാർത്ഥമായ അവരുടെ ഭക്തി സ്വീകരിക്കുന്നത് ആരാണ്? അതിൽ അത്തരം ഭക്തി പ്രകടനങ്ങളിൽ സാത്താൻ്റെ ആൾമാറാട്ടവും ആത്മീയ അട്ടിമറിയും നടക്കുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതുകൊണ്ടാണ് അത്തരം സഭകളിലെല്ലാം ആത്മീയമായി അവർ വിശ്വാസികൾ പിന്നോട്ട് വരുന്നതും വലിയ സംഘർഷങ്ങളൊക്കെ ഇന്നത്തെ ആത്മീയ മണ്ഡലങ്ങളിൽ നാം കാണുന്നതും. കാരണം ക്രിസ്തുവിൽ നിന്നും അവർ അകന്നുപോയി. അന്ധമായ ഒരു ഭക്തി, വെറും മനുഷ്യരോടുള്ള പാരമ്പര്യത്തോടുള്ള ഭക്തി അവരെ ദൈവത്തിൽ നിന്നും ദൈവ സ്വഭാവത്തിൽ നിന്നും ദൈവപ്രതിമയായ ക്രിസ്തുവിൽ നിന്നും അകറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇവരുടെ ഭക്തികൾക്ക് പിന്നിൽ നടക്കുന്ന ഒരു വലിയ ആൾമാറാട്ടമുണ്ട്.
ആത്മീയമായ അട്ടിമറി നടക്കുന്നുണ്ട്. വെളിച്ചദൂതനായി പ്രത്യക്ഷപ്പെടുന്ന സാത്താൻ്റെ സകല പ്രവൃത്തികളും അവിടെ വെളിപ്പെടുന്നുണ്ട്. അതാണ് നാം മനസ്സിലാക്കേണ്ടത്. യേശു മാത്രം അർഹിക്കുന്ന പദവികൾ അവ അർഹിക്കാത്തവർക്ക് കൊടുത്ത് യേശുക്രിസ്തുവിൻ്റെ അതുല്യത നശിപ്പിക്കുക എന്നതാണ് സാത്താൻ്റെ റോമൻ കത്തോലിക്ക തന്ത്രം. ഓർത്തഡോക്സ് സഭയിലും യാക്കോബായ സഭയിലുമൊക്കെ ഈ മധ്യസ്ഥ പ്രാർത്ഥനകളിലൂടെ നടക്കുന്നത് സാത്താൻ്റെ ചില തന്ത്രങ്ങളാണ്. യേശുവിനെ മാറ്റി നിർത്തി യേശുവിനുള്ള പ്രാധാന്യവും യേശുവിനുള്ള അപ്രമാദിത്വവും സഭാപ്രസ്ഥാനങ്ങൾക്കും മറിയത്തിനും വിശുദ്ധന്മാർക്കുമൊക്കെ കൊടുത്ത് യേശുവിൻ്റെ സ്വഭാവം ഉൾക്കൊള്ളുവാൻ വ്യക്തി ജീവിതങ്ങൾക്ക് അവസരം നിഷേധിക്കുന്ന ഇത്തരം മാനുഷികമായ പാരമ്പര്യങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും ജനത്തെ ദൈവത്തിങ്കിലേക്ക് നടത്തുവാൻ പരാജയമുണ്ടാകും എന്നുള്ളതാണ് സത്യം. റോമൻ കത്തോലിക്ക മതമെന്ന പ്രസ്ഥാനത്തിലുടനീളം കാണുന്ന തന്ത്രം യേശുക്രിസ്തു മാത്രം അർഹിക്കുന്ന മാനവും മഹത്വവും കവർന്നെടുത്ത് അത് മറ്റു പലർക്കും മറ്റു പലതിനുമായി വീതിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. വിശ്വാസികളുടെ പ്രായോഗിക ജീവിതത്തിൽ യേശുക്രിസ്തുവിനുള്ള അതുല്യത മറ്റു പലരോടുമുള്ള വിശുദ്ധരോടുള്ള അതിരുകവിഞ്ഞ ഭക്തിപ്രകടനങ്ങളിലൂടെയും ബൈബിൾ വിരുദ്ധമായ അനേകം പാരമ്പര്യ വിശ്വാസങ്ങളിലൂടെയും അവർ നഷ്ടമാക്കുകയാണ് ചെയ്യുന്നത്. യേശുവിലുള്ള കൃപ വാസ്തവത്തിൽ അവർ നഷ്ടമാക്കി കളയുന്നു. ഇത് സാധാരണക്കാർക്ക് പോലും സത്യസന്ധമായി തുറന്ന മനസ്സോടെ സൂക്ഷിച്ച് നിരീക്ഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ. അവർ തങ്ങളുടെ പാരമ്പര്യങ്ങളിലൂടെ വിശുദ്ധന്മാരെയും കൃത്രിമമായി ഒരു മറിയത്തെയും കൃത്രിമമായ ഒരു വ്യക്തിത്വം കൊടുത്ത് നിർമ്മിച്ച് ആത്മീയ അട്ടിമറി നടത്തുകയാണ് ചെയ്യുന്നത്. വേഷം കെട്ടലും കപടനാട്യവും വഴിയായി ഒരു കൃത്രിമ മറിയത്തെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. മനുഷ്യൻ്റെ ബുദ്ധിയെയും ചിന്താരീതികളെയും പാരമ്പര്യങ്ങളെയും ദൈവവചനമായ ബൈബിളിനേക്കാൾ ഉന്നതവും പ്രസക്തവുമാക്കുക എന്ന റോമൻ കത്തോലിക്ക മതത്തിൻ്റെ തന്ത്രത്തിലൂടെ കന്യകയായ മറിയത്തെ നിത്യകന്യകയായും യേശുവിൻ്റെ അമ്മയെ ദൈവത്തിൻ്റെ അമ്മയായും രൂപാന്തരപ്പെടുത്തുവാൻ അവർക്ക് കഴിഞ്ഞു. അങ്ങനെ അനേക വർഷങ്ങളിലൂടെയുള്ള കൗശലപൂർവമായ കൃത്രിമ പണികളിലൂടെ ഇല്ലാത്ത സ്വഭാവ ഗുണവിശേഷങ്ങൾ കെട്ടിച്ചമച്ചുണ്ടാക്കി ഒരു പുതിയ മറിയത്തെ ഉപായപൂർവ്വം രൂപീകരിച്ചെടുത്തിരിക്കുന്നു. യേശുവിൻ്റെ അമ്മയായ യഥാർത്ഥ മറിയത്തിന് ഇല്ലാതിരുന്ന ഗുണവിശേഷങ്ങൾ പാരമ്പര്യങ്ങളിലൂടെ മനഃപൂർവ്വം വാർത്തെടുത്ത് മെനഞ്ഞെടുത്ത് യഥാർത്ഥ മറിയത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തയായ മറ്റൊരു മറിയത്തെ നിർമ്മിച്ചെടുത്തിരിക്കുന്നു. അതിലൂടെ ശത്രുവായ സാത്താൻ വൻ കാര്യങ്ങൾ പ്രവർത്തിച്ചുകൊണ്ട് ജനത്തെ കീഴടക്കുന്നു, അടിമപ്പെടുത്തുന്നു. യഥാർത്ഥ മറിയവും ഇന്നത്തെ പുതിയ മറിയവും പ്രഥമദൃഷ്ട്യാ ഒരേ വ്യക്തിയാണ് എന്ന് പലർക്കും ചിന്തിക്കാത്തവർക്ക്, ചിന്തിക്കാൻ കഴിവില്ലാത്തവർക്ക്, വിവേചന ബുദ്ധിയില്ലാത്തവർക്ക് തോന്നിയേക്കാമെങ്കിലും വാസ്തവത്തിൽ ഇവർ പരസ്പര വിരുദ്ധങ്ങളായ വ്യക്തിത്വ വിശേഷതയുള്ള വ്യക്തികളാണ്. ബൈബിളിലെ മറിയമല്ല ഇന്ന് നാം സഭകളിൽ കാണുന്ന മറിയങ്ങളുടെ പ്രതിമകളും അവയുടെ ആചാരങ്ങളും ഒന്നും. ഒരു ചരിത്ര വ്യക്തിയായ യഥാർത്ഥ മറിയത്തെ അടിസ്ഥാനപ്പെടുത്തി യഥാർത്ഥ മറിയത്തിനില്ലാത്ത ഗുണവിശേഷങ്ങൾ കൃത്രിമ മറിയത്തിന് നൽകി യേശുവിനുള്ള ഗുണവിശേഷങ്ങളെല്ലാം മഹിമയെല്ലാം കൃത്രിമ മറിയത്തിന് കൊടുത്ത് ആ മറിയത്തിനുണ്ടെന്ന് പറഞ്ഞ് പരസ്യപ്പെടുത്തി കൃത്രിമ മറിയത്തെ, മനുഷ്യനിർമ്മിതമായ മറിയത്തെ യേശുവിനെ പോലെ ആക്കി യേശുവിൻ്റെ അതുല്യത നശിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. അങ്ങനെ യഥാർത്ഥ മറിയത്തിൻ്റെ പേരിൽ യഥാർത്ഥ മറിയത്തിൽ നിന്ന് വ്യത്യസ്തമായ വേറൊരു വ്യക്തിയെ നിർമ്മിച്ചെടുക്കുന്നു, സംവിധാനം ചെയ്യുന്നു. പാരമ്പര്യങ്ങളിലൂടെ അവരുടെ നിയമനിർമ്മാണങ്ങളിലൂടെ അവരത് സാധിച്ചെടുക്കുന്നു, ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ജനങ്ങൾ അവയോട് പ്രാർത്ഥിക്കുന്നു, തിരികത്തിക്കുന്നു. അവരുടെ ആത്മീയ ജീവിതത്തെ അതിനു ചുറ്റും അവർ ക്രമപ്പെടുത്തുന്നു. അങ്ങനെ അവർ വിഗ്രഹാരാധികളായി മാറുന്നു, ദൈവത്തിൽ നിന്ന് അകലുന്നു, ദൈവശിക്ഷയ്ക്ക് അവർ പാത്രീഭൂതരാകുന്നു. അങ്ങനെ കൃത്രിമമായി രൂപപ്പെടുത്തിയെടുത്ത ഈ പുതിയ വ്യക്തിയിലേക്ക് ജനങ്ങളുടെ ശ്രദ്ധയും ഭക്തിയും തിരിച്ചുവിടുകയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ പിന്നിൽ ക്രിസ്തുവിരുദ്ധ ആത്മീയ ശക്തികൾ പ്രവർത്തിക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക. ഇതാണ് റോമാമത അധികാരികൾ പോലും മനസ്സിലാക്കിയിട്ടില്ലാത്ത അതിരഹസ്യമായ റോമൻ കത്തോലിക്ക മതതന്ത്രം അവരുടെ സംവിധാനങ്ങളിൽ കൂടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ
വാസ്തവത്തിൽ ഇത്തരം വിശുദ്ധന്മാരോടുള്ള ഭക്തി, മറിയ ഭക്തി, യേശുവിൽ നിന്നും അവരെ മാറ്റി മറിയ ഭക്തിയിലേക്കുള്ള വലിയ ഒരു ആത്മീയ അട്ടിമറിയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. ഇതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ആത്മീയ അട്ടിമറി. യേശുവിൻ്റെ പ്രധാന പ്രതിയോഗിയായി റോമൻ കത്തോലിക്ക മതത്തിലെ മറിയത്തെ വളർത്തുന്നതിലൂടെ അനേകം യേശു ഭക്തരെ തന്ത്രപൂർവം മറിയ ഭക്തരാക്കി മാറ്റിയെടുക്കുവാൻ ഈ തിന്മയുടെ ശക്തികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ദൗർഭാഗ്യകരമായ കാര്യം. മറിയം എന്ന പേരിൽ വിലസുന്ന ഈ കപടാത്മാവ് ആരംഭത്തിൽ യേശുവിന് സമാന്തരമായും പിന്നീട് യേശുവിനേക്കാൾ വലുതായും ജനങ്ങളുടെ ഇടയിൽ വിലസും. നമ്മോടുള്ള അനന്തമായ സ്നേഹവും കരുണയും നിമിത്തം നമുക്ക് വേണ്ടി മരിക്കുക പോലും ചെയ്ത് ഈ യേശു ക്രിസ്തുവിനെ ഇപ്പോൾ നമ്മോട് മറിയത്തിനും വിശുദ്ധർക്കുമുള്ള അത്ര പോലും സ്നേഹവും കരുണയും ഇല്ല എന്നൊക്കെ ഊഹിക്കുകയും അതിൻ്റെ ഫലമായി നമ്മോട് കരുണ കാണിക്കാനായി യേശുവിനെ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടി മറിയത്തോടും വിശുദ്ധരോടും പ്രാർത്ഥിക്കുന്നതും യേശുവിനോട് കാണിക്കുന്ന വളരെ ഹീനമായ ബഹുമാനക്കേടും നന്ദികേടുമാണ്. കാരണം യേശുവിനാണ് നമ്മോട് ഏറ്റവും കൂടുതൽ സ്നേഹവും കരുണയുമുള്ളത്. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നു. അവൻ ക്രൂശിൽ സാധാരണ മനുഷ്യനായി ജീവിച്ച് ക്രൂശു മരണം അനുഭവിച്ച് നിന്ദിക്കപ്പെട്ട് പരിഹസിക്കപ്പെട്ട് താണ മനുഷ്യനായി ഈ ഭൂമിയിൽ ക്രൂശിന്മേൽ കൊല്ലപ്പെട്ട് നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റ ആ വ്യക്തിയുടെ അത്രയും സ്നേഹം ഉള്ളവരാരാണ്? അപ്പോൾ ക്രിസ്തുവിനേക്കാൾ സ്നേഹം മറിയത്തിനാണ്, മറ്റ് വിശുദ്ധന്മാർക്കാണ്. ക്രിസ്തുവിനെ സമീപിക്കാൻ നമുക്ക് യോഗ്യതയില്ല എന്നൊക്കെ പറയുന്നത് ക്രിസ്തുവിനെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. പൗലോസ് ചോദിക്കുന്നുണ്ട്, ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും നമ്മെ വേർപിരിക്കുവാൻ എന്തിന് കഴിയും? ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ആഴത്തിനോ ഒന്നിനും കഴിയുകയില്ല. പക്ഷേ ഈ മധ്യസ്ഥരിലൂടെ അത് സാധിച്ചെടുക്കുകയാണ് ഇന്നത്തെ സഭാപ്രസ്ഥാനങ്ങൾ. മറിയ ഭക്തി, വിശുദ്ധരോടുള്ള ഭക്തി, യേശുവിനുള്ള ദൈവസ്നേഹം, യേശു ക്രിസ്തുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്നും മനുഷ്യരെ മാറ്റിക്കളഞ്ഞിരിക്കുന്നു. വലിയ അപകടമാണ് സഹോദരങ്ങളെ, ചിന്തിക്കൂ. വാസ്തവത്തിൽ വിശുദ്ധരോടുള്ള ഭക്തി, മരിച്ചവരോടുള്ള ഭക്തി, അവരോടുള്ള പ്രാർത്ഥനയൊക്കെ സ്പിരിറ്റിസം എന്ന മന്ത്രവാദം, അതിലൂടെ സാത്താൻ നടത്തുന്ന ഒരു വലിയ ആൾമാറാട്ടത്തിൻ്റെ സാധ്യത നമുക്ക് തള്ളിക്കളയുവാൻ കഴിയുകയില്ല. വിശുദ്ധ ഭക്തർ അറിഞ്ഞോ അറിയാതെയോ സ്പിരിറ്റിസത്തിൽ അകപ്പെട്ടു പോകുന്നു എന്നതിന് ഒരു മറിയ ഭക്തൻ്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഉദാഹരണം നമുക്ക് വായിക്കാം. ഇതാ നിൻ്റെ അമ്മ എന്ന മാസികയിൽ 2003 ഏപ്രിലിൽ ടോം സക്കറിയ എന്നയാൾ അതിൻ്റെ 26 മുതൽ 29 വരെ പേജുകളിൽ എഴുതിയിരിക്കുന്ന ഒരു ലേഖനത്തിൽ നിന്നും ചില പ്രസക്തമായ കാര്യങ്ങൾ ഞാൻ വായിക്കാം. 2001 നവംബർ മാസം മുതൽ 1.5 മാസത്തോളം ഞാൻ ഗൾഫിലായിരുന്നു. ദൈവവചന ശുശ്രൂഷയ്ക്കായിട്ടാണ് ഞാൻ അവിടെ എത്തിയത്. ദുബായിലെത്തിയ 2-ാം ദിവസം എനിക്കൊരനുഭവമുണ്ടായി. രാത്രി ഉറക്കത്തിൽ കുറേ സ്ത്രീ രൂപങ്ങൾ എൻ്റെ അടുത്ത് വരുന്നതായി ഞാൻ അറിഞ്ഞു. അവർ ഫിലിപ്പൈൻസുകാരാണെന്ന് ഒറ്റ നോട്ടത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. ഉദ്ദേശം 30 വയസ്സിൽ താഴെ പ്രായമുള്ള കുറേ യുവതികൾ. അവരെല്ലാം നഗ്നരായിരുന്നു. വളരെ അസ്വസ്ഥതയോടെ ഉറക്കത്തിൽ നിന്നും ഉണർന്ന് ഞാൻ ചാടി എഴുന്നേറ്റു. കഴിഞ്ഞ അനേകം വർഷങ്ങളായി കർത്താവിന് വേണ്ടി ജീവിക്കുന്ന എൻ്റെ അടുത്ത് വരാൻ ഈ നഗ്നരൂപങ്ങൾ എങ്ങനെ ധൈര്യപ്പെട്ടു? ഇത് വെറുമൊരു സ്വപ്നമല്ലെന്നും ഞാൻ കണ്ടത് ആത്മാക്കളെയാണെന്നും കഴിഞ്ഞകാല അനുഭവങ്ങളാൽ ഞാൻ മനസ്സിലാക്കി. എന്തായാലും ആ രാത്രി തന്നെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ജപമാലയുടെ ഒരു രഹസ്യം ചൊല്ലി യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിച്ചു. പാപത്തിൽ ജീവിച്ച് മരിച്ചുപോയ അവർ ശരീരത്തിൽ മരിച്ചെങ്കിലും ആത്മാവിൽ മരിച്ചിട്ടില്ലെന്നും അവർ സാത്താൻ്റെ അടിമത്തത്തിലാണെന്നും എനിക്കറിയാമായിരുന്നു. സാത്താൻ്റെ അടിമകളായി അവൻ്റെ സ്വാധീനത്തിൽ ജീവിച്ചിരുന്ന മനുഷ്യരെ ഇവർ സ്വാധീനിച്ച് അവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന അനേകം സംഭവങ്ങൾ പല ആത്മാക്കളിലൂടെ സംഭവിച്ചത് കർത്താവ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജീവിച്ചിരുന്ന കാലത്ത് പ്രത്യേകിച്ച് വ്യഭിചാരം, മദ്യപാനം, മറ്റ് ലൈംഗിക വൈകൃതങ്ങൾ തുടങ്ങിയ പാപങ്ങൾക്കടിമപ്പെട്ട് ജീവിച്ച് പാപാവസ്ഥകളിൽ മരിക്കുന്ന ആത്മാക്കളെ സാത്താൻ ഉപയോഗിക്കുന്നു. ഇവരെ കൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ സ്വാധീനിക്കുന്നു.
ഇക്കാലയളവിൽ അനേകം സ്ത്രീകളും യുവതികളും ഭയത്തോടും നിരാശയോടും കൂടി പങ്കുവച്ചിട്ടുള്ളൊരു കാര്യമാണ്, പല രാത്രികളിലും ആരോ കൂട്ടത്തിൽ ശയിക്കുന്നു, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. അവിവാഹിതരായ അനേകം യുവതികൾ ഈ പ്രശ്നം പറഞ്ഞ് കരഞ്ഞിട്ടുണ്ട്. 2001 ദുബായിൽ വെച്ചുണ്ടായ അനുഭവം ഞാൻ പറഞ്ഞുവല്ലോ. പിന്നീട് അക്കാര്യം ഞാൻ മറന്നുപോയിരുന്നു. എന്നാൽ 2003 ഫെബ്രുവരി മാസത്തിൽ ഒരു അത്ഭുതം സംഭവിച്ചു. അശുദ്ധാത്മാക്കളെ ഒരു വ്യക്തിയിൽ നിന്നും ബഹിഷ്കരിക്കുവാനുള്ള പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഈ അശുദ്ധാത്മാക്കളോട് നിങ്ങൾ ആരാണ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ ഫിലിപ്പൈൻസുകാരായ യുവജനങ്ങളാണ്. ഞങ്ങൾ കുറേ പേരുണ്ട്. അവരെ യേശുനാമത്തിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയും യേശുവിനെപ്പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അവർ യേശുവിനെ കർത്താവായി സ്വീകരിച്ചു. തങ്ങളുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ചു. യേശുവിൻ്റെ നാമത്തിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളങ്ങളിലുള്ള സകലരും മുട്ടുകൾ മടക്കുകയും യേശു ക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുകയും ചെയ്യും എന്ന വചനം ഇവിടെ മാംസം ധരിക്കുകയായിരുന്നു. ആവസിച്ച വ്യക്തിയിൽ നിന്നും അവരെ മോചിപ്പിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് വിടാൻ തുടങ്ങുമ്പോൾ ഇവർ ഒരു കാര്യം പറഞ്ഞു, ഞങ്ങൾ തങ്ങളെ കണ്ടിട്ടുണ്ട്. എനിക്ക് അത്ഭുതമായി. ഞാൻ ചോദിച്ചു, എവിടെ വെച്ച് എന്നെ കണ്ടു? വേറൊരു രാജ്യത്ത് വെച്ച്. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ പറയുന്നു, പ്രാർത്ഥിക്കാനായി അറബി നാട്ടിൽ വന്നപ്പോൾ രാത്രിയിൽ നിങ്ങളുടെ അടുത്ത് വന്നത് ഞാനും കൂട്ടുകാരുമായിരുന്നു. എനിക്കൊരു ഷോക്കായിരുന്നു അത്. അവർ തുടർന്നു, അന്ന് നിങ്ങൾ ഞങ്ങളെ ബന്ധിച്ചില്ലേ? ഇപ്പോൾ സ്ത്രീയായ കന്യകാമറിയം ഞങ്ങളെ ഇവിടെ പിടിച്ചുകൊണ്ട് വന്നതാണ്. നിങ്ങൾക്ക് രക്ഷ തരാമെന്ന് പറഞ്ഞു. ഇപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ 10,000 എല്ലാം യുവജനങ്ങളാണ്. കത്തോലിക്കരും മറ്റ് ജാതിക്കാരുമായ ഞങ്ങൾ വ്യഭിചാരവും മറ്റു പാപങ്ങളുമായി ജീവിച്ചവരാണ്. സത്യം പറയട്ടെ, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി സന്തോഷം കൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യമോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ ആത്മാക്കളെ മോചിപ്പിച്ച് യേശുവിന് സമർപ്പിച്ചു. അവർ വിട്ടുപോയി. ഇനി ഒരിക്കലും അവർക്ക് ഈ ഭൂമിയിലോ ജീവിച്ചിരിക്കുന്ന മനുഷ്യരിലോ സ്വാധീനം ചെലുത്താൻ സാധ്യമല്ല. ഈ തരത്തിലുള്ള അനേകം സംഭവങ്ങൾ നടന്നു കഴിഞ്ഞു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വിവിധ ജാതി മതക്കാർ മാത്രമല്ല, ബൈബിളിലെ പഴയ നിയമകാലത്ത് ജീവിച്ചിരുന്ന പല തലമുറകളും കടന്നു വന്ന് കർത്താവായ യേശുവിനെ സ്വീകരിച്ചു. ലോകത്തിന് മുമ്പിൽ ഇത് അസാധ്യമായ കാര്യമാകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. ആത്മാക്കളെ ഞങ്ങൾ മോചിപ്പിക്കുന്നത് കൊണ്ട് ഇത് സ്പിരിറ്റിസമാണെന്ന് പുച്ഛിക്കുന്നവർ അറിഞ്ഞിരിക്കട്ടെ. പരിശുദ്ധാത്മാഭിഷേകത്തിൽ പരിശുദ്ധിയിലും വിശുദ്ധിയിലും പരിശുദ്ധ അമ്മയോടുള്ള ജപമാല പ്രാർത്ഥനകളിലുമാണ് ഈ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുന്നത്. പരിശുദ്ധ കന്യകാമറിയം വഴി ആത്മാക്കളുടെ മോചനം നടക്കുന്നു. രക്ഷയ്ക്കായി വരുന്ന എല്ലാ ആത്മാക്കളും പറയുന്നു, ഒരു സ്ത്രീയാണ് ഞങ്ങളെ പിടിച്ചുകൊണ്ടുവന്നത്. ബൈബിൾ പ്രകാരം പരിശുദ്ധാത്മാവാണ് ഇത് ചെയ്യേണ്ടത് എന്ന് നാം മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്ത്രീയാണ് പ്രവർത്തിക്കുന്നത്. പരിശുദ്ധ കന്യകാമറിയമാണ് പ്രവർത്തിക്കുന്നത്. മരിച്ചു പോയവരിലൂടെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം വചനവിരുദ്ധമാണ് എന്ന് നാം മനസ്സിലാക്കുക. തലയിൽ കിരീടം വെച്ച വെള്ളവസ്ത്രമണിഞ്ഞ കയ്യിൽ ഉരുട്ടുന്ന മാല പിടിച്ച ഒരു സ്ത്രീ, അവളുടെ കൂട്ടത്തിൽ തിളങ്ങുന്ന വാളുമായി ഒരു മാലാഖയുമുണ്ട്. തങ്ങളെ അവർ പിടിച്ചുകൊണ്ട് വരികയാണ്. ഇതാണ് ടോം സക്കറിയ ഇതാ നിൻ്റെ അമ്മ എന്ന മാസികയിൽ ഏപ്രിൽ 2003 പേജ് 26 മുതൽ 29 രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇത് തെറ്റായ ഒരു വ്യാഖ്യാനമാണ്. നമ്മുടെ ഫോക്കസ് യേശുവിൽ നിന്ന് മാറിയാൽ ഇത്തരം തെറ്റുകൾ പറ്റും. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുക എന്നത് ഒരു മനുഷ്യൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നു എന്ന ദൈവവചന സത്യത്തിന് വിരുദ്ധമായി സംഭവിക്കുന്ന ഇത്തരം ആത്മീയ അനുഭവങ്ങൾ ദൈവത്തിൽ നിന്നാണോ എന്ന് ശക്തമായി മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. അല്ലെങ്കിൽ മറ്റൊരു ആത്മാവിന് അടിമപ്പെട്ടു പോകുന്ന ആത്മീയ അനുഭവങ്ങൾ അത് നമുക്ക് ക്രിസ്തുവിനേക്ക് അടുക്കുവാൻ കഴിയില്ല, അകന്നു പോകുവാനേ കഴിയുള്ളൂ. സാത്താൻ്റെ വഞ്ചനയായിരിക്കും എന്നുള്ളത് നാം ശ്രദ്ധിക്കണം. അപ്പോൾ ദൈവമാതാവിനെ ആരാധിക്കണം എന്നൊക്കെ സഭ പറഞ്ഞാൽ വിശ്വാസികളത് അനുസരിക്കുമോ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉണ്ടാകുന്നു.
ദൈവത്തേക്കാൾ ആരാധ്യ ദൈവമാതാവാണ് എന്ന് ഒരു പുതിയ പാരമ്പര്യം വന്നാൽ അത് സ്വീകരിക്കുമോ? മറിയത്തെ ദൈവമാതാവ്, അമലോത്ഭവ, ഉടലോടെയുള്ള സ്വർഗാരോഹണം, സഭാമാതാവ്, സഹരക്ഷക, പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടി, നിത്യകന്യക, ഉടമ്പടിയുടെ പെട്ടകം എന്നിങ്ങനെയുള്ള വിശേഷണങ്ങൾ പാരമ്പര്യങ്ങളിലൂടെ കൊടുത്ത് ഉയർത്തുന്നതിൻ്റെ ലക്ഷ്യമെന്താണ് എന്ന് വിശ്വാസികൾ ചിന്തിക്കാറില്ല. ദൈവമാതാവാണ് ദൈവത്തേക്കാൾ ആരാധ്യ എന്നും യേശുവിനോടല്ല യേശുവിൻ്റെ അമ്മയോടാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നും പുതിയ പാരമ്പര്യം വന്നാൽ കത്തോലിക്കർ അതും അടിമകളെപ്പോലെ സ്വീകരിക്കും എന്ന് വ്യക്തമാണ്. അപ്പോൾ ആരാധന ദൈവത്തിനോ മറിയത്തിനോ ആയിരിക്കില്ല കിട്ടുന്നത് എന്നുള്ളതാണ് പ്രശ്നം. ഇത്തരം ആരാധനകൾ, ക്രിസ്തുവിനല്ലാത്ത ദൈവത്തിനല്ലാത്ത ആരാധനയെല്ലാം പോകുന്നത് സാത്താനാണ്. ഈ പദ്ധതിയുടെ 90% ഇന്ന് പൂർത്തിയായി കഴിഞ്ഞു. വിശ്വാസികൾ സ്വീകരിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. അവസാന നീക്കം ഭയങ്കരമായിരിക്കും. അതും വിശ്വാസികൾ സ്വീകരിക്കും. ഇവിടെയാണ് സഭാപ്രസ്ഥാനത്തിനും പാരമ്പര്യത്തിനും ദൈവവചനമായ ബൈബിളിനേക്കാൾ പ്രാധാന്യം കൊടുക്കുന്നതിൻ്റെ അപകടം ഒളിച്ചിരിക്കുന്നത് എന്ന് നാം മനസ്സിലാക്കണം. അല്പാൽപമായി ദൈവവചനത്തിൽ മായം ചേർത്ത് ഭക്ഷിച്ച് ശീലിച്ച വിശ്വാസികളും കൗലേടയന്മാരും അവസാനം കിട്ടുന്ന മാരക വിഷവും സന്തോഷത്തോടെ സ്വീകരിക്കാനാണ് സാധ്യത എന്നുള്ളത് വളരെ വ്യക്തമാണ്. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഏക ആരാധ്യൻ നമ്മുടെ ഏക ദൈവമായ യേശു ക്രിസ്തു മാത്രമാണ്. യേശു പറഞ്ഞു, എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. ദൈവശബ്ദം കേൾക്കാൻ ദൈവം നിങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കട്ടെ.